അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 21-ാം നൂറ്റാണ്ടിൽ തന്നെയല്ല, ഒരു പക്ഷേ മാനവിക രാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഒരു മഹാമാരിയുടെ മുമ്പിൽ ലോകം തന്നെ പകച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന പ്രകൃതി സന്ദർശന പാഠത്തിന്റെ പ്രസക്തി. നിങ്ങൾ മരിക്കാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അതും നടണമെന്ന് പഠിപ്പിച്ച റസൂലാണ് നിങ്ങളുടെ മാതൃക. വഴിയിലുള്ള കല്ലും മുള്ളും നീക്കം ചെയ്യുന്നതിലും പോരിശയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു നദി ഉണ്ടെങ്കിൽ അതിലെ ജലം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പഠിപ്പിച്ചതും അതേ നബി തിരുമേനി തന്നെയല്ലേ? യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് ശത്രുക്കളുടെ പോലും കൃഷിയിടമോ കുടിവെള്ളമോ നശിപ്പിക്കരുത് എന്നാണ്. അതേ ഐക്യരാഷ്ട്ര സംഘടനയും യുനെസ്കോയും ഗ്രീൻ പ്രോട്ടോക്കോളിനെ കുറിച്ച്, പച്ചപ്പിനെ കുറിച്ച് ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നതെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതിയുടെ പച്ചപ്പിനെ കുറിച്ച്, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, നന്മയുടെ പച്ചപ്പിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായമായ സൂറത്തുർ റഹ്മാൻ മാത്രം മതി അള്ളാഹു പ്രകൃതിയുടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ. സൃഷ്ടിലോകം മുഴുവനായി ഭൂമിയെ പടച്ചു, അതിൽ രുചികരമായ പഴങ്ങൾ നിറച്ചു, മേഘങ്ങളിൽ നിന്നും മഴയെ വർഷിപ്പിച്ചു, സമുദ്രങ്ങളിൽ മുത്തും പവിഴം ഒരുക്കി, ഉദ്യാനങ്ങളും അരുവികളും കടും പച്ചയണിഞ്ഞ കൊമ്പുകൾ നിറഞ്ഞ മരങ്ങളും തന്നു. മനുഷ്യവംശമേ, ജിന്നു വംശമേ, റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുക? എന്നാൽ നമ്മൾ മനുഷ്യരോ ആ അനുഗ്രഹങ്ങൾ നിഷേധിച്ചപ്പോഴോ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത രോഗം ലോകമെമ്പാടും വ്യാപിക്കുന്നു. 1ഉം 2ഉം മഹായുദ്ധത്തിലെ മരണത്തെക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഈ കൊറോണ കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ലോകം മുഴുവനും നിശ്ചലമായിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ മാറി മാറി വരുന്ന പ്രളയവും ഉരുൾപൊട്ടലുമൊക്കെ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിന് പരിഹാര മാർഗം ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നു. കയ്യും മുഖവും കഴുകൽ ഉൾപ്പെടെ വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും ഇത്രയും പ്രാധാന്യം നൽകിയ വേറെ മതമുണ്ടോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പകർച്ചവാദികളെ നേരിടാൻ പ്രവാചകൻ പഠിപ്പിച്ച ആ സമ്പർക്ക വിലക്കല്ലേ ഇന്ന് ആധുനിക ശാസ്ത്രവും അനുകരിക്കുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾ മരിക്കാൻ പോകുകയാണെങ്കിൽ ഒരു ചെടി നടുക. അതിലെ ഫലം ഒരു മനുഷ്യനോ ഒരു മൃഗമോ ഒരു പക്ഷിയോ അനുഭവിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം ആലത്തിനാലങ്കാരം, ആലമുലൂദ താരം, ആലവിനാലഹാരം, ആലനബി സലാം. ആലത്തിനാലങ്കാരം, ആലമുലൂദ താരം, ആലിവിനാലഹാരം, ആലനബി സലാം. സുവർഗത്തിന്റെ സുഗന്ധ ബാബിൽ സുബ്ഹാനോടൊരുമിച്ച് കുറിച്ച നാമം. സുവർഗത്തിന്റെ സുഹൃത ബാബിൽ സുബ്ഹാനോടൊരുമിച്ച് കുറിച്ച നാമം. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. ആലംബമാതുപാത്രം, ആദന്റെ നബി മാത്രം, അവിടെ കാണൻ നേത്രം, അലൻ നബി സലാം. ആലംബമാതുപാത്രം, ആദന്റെ നബി മാത്രം, അവിടെ കാണൻ നേത്രം, അലൻ നബി സലാം. തരുൾ വചനം, തരുൾ വചനം, കാരൽ കാമിഞ്ഞകം ശിഫ ചൊരിഞ്ഞണയും. തരുൾ വചനം, തരുൾ വചനം, കാരൽ കാമിഞ്ഞകം ശിഫ ചൊരിഞ്ഞണയും. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാ എന്തു ചന്തം. ആമിനാൻ്റെ പൂമോനെ
ബാപ്പ അബ്ദുള്ളാൻ്റെ തേമോനെ എൻ്റെ റസൂലിനെ കാണാം എന്തു രസം എൻ്റെ ഹബീബിനെ കാണാം എന്തു ചന്തം ആമിനാൻ്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളാൻ്റെ തേമോനെ മക്കയിലെല്ലാവർക്കും അൽ അമീനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ മക്കയിലെല്ലാവർക്കും അൽ അമീനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ മുത്തു മുഹമ്മദ് റസൂലേ കൽബിൻ സത്തായ റസൂലേ എൻ്റെ റസൂലിനെ കാണാം എന്തു രസം എൻ്റെ ഹബീബിനെ കാണാം എന്തു ചന്തം ആമിനാൻ്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളാൻ്റെ തേമോനെ മദീന റൗളയിൽ മയങ്ങിടുന്ന മതി പോലൊലിയുന്നു പൂമുഖമേ മദീന റൗളയിൽ മയങ്ങിടുന്ന മതി പോലൊലിയുന്നു പൂമുഖമേ എന്നും എന്നിലാവിൽ വരണേ നബിയാൽ ചുണ്ടുകൊണ്ടൊരു മുത്തും തരണേ എൻ്റെ റസൂലിനെ കാണാം എന്തു രസം എൻ്റെ ഹബീബിനെ കാണാം എന്തു ചന്തം ആമിനാൻ്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളാൻ്റെ തേമോനെ. അസ്സലാമു അലൈക്കും. പ്രണയം നബിയോടാണ്, ഇഷ്ടം നൂറിനോടാണ്. പ്രണയം നബിയോടാണ്, ഇഷ്ടം നൂറിനോടാണ്. പ്രഥമ സാന്ത്വനമിൽ അഭയം ത്വാഹ, പ്രവചനങ്ങൾക്കും അധിപൻ ത്വാഹ. പകരമില്ലാത്ത ഒരുവൻ ത്വാഹ, പ്രതിഭയാണെൻ്റെ മനമിൽ ത്വാഹ. പ്രഥമ സാന്ത്വനമിൽ അഭയം ത്വാഹ, പ്രവചനങ്ങൾക്കും അധിപൻ ത്വാഹ. പകരമില്ലാത്ത ഒരുവൻ ത്വാഹ, പ്രതിഭയാണെൻ്റെ മനമിൽ ത്വാഹ. പ്രണയം നബിയോടാണ്, ഇഷ്ടം നൂറിനോടാണ്. സ്വരമായി സുമസുന്ദര സുവന സുമങ്ങളിലൊന്നും സൗരഭമായി സമമായി സുമസാന്ദര സരണി സുഖങ്ങളിലൊന്നും സാന്ത്വനമായി. സ്വരമായി സുമസുന്ദര സുവന സുമങ്ങളിലൊന്നും സൗരഭമായി സമമായി സുമസാന്ദര സരണി സുഖങ്ങളിലൊന്നും സാന്ത്വനമായി. സ്വർഗമിലോ മധുര സുഗന്ധ സവിധമിലോ സുഖം, സ്വർഗമിലോ മധുര സുഗന്ധ സവിധമിലോ സുഖം. അഹ്മദ് നബി അവർ അറിവിൻ്റെ നിലർമലറായ കോട തെളിയുന്ന മുഖം. അഹ്മദ് നബി അവർ അറിവിൻ്റെ നിലർമലറായ കോട തെളിയുന്ന മുഖം. പ്രണയം നബിയോടാണ്, ഇഷ്ടം നൂറിനോടാണ്. മുഞ്ചിൽ ജഗന്നാഥൻ കണിഞ്ഞന്നന്ത്യമിൽ നൽകിയ സൈതവർ, ചേനിൽ ജയമേകുവ പുഞ്ചിരി തൂകിയൊതിച്ചൊരു സ്വാദിക്കവർ. മുഞ്ചിൽ ജഗന്നാഥൻ കണിഞ്ഞന്നന്ത്യമിൽ നൽകിയ സൈതവർ, ചേനിൽ ജയമേകുവ പുഞ്ചിരി തൂകിയൊതിച്ചൊരു സ്വാദിക്കവർ. ജനനമിലോ അജബുകളതബി ചൊരിനവരാണവർ, ജനനമിലോ അജബുകളതബി ചൊരിനവരാണവർ. മധുരമിൽ മധുമോയി വദനമിൽ നീതി മതി മരുമണിൽ ഉദിച്ചൊരു കമ. മധുരമിൽ മധുമോയി വദനമിൽ നീതി മതി മരുമണിൽ ഉദിച്ചൊരു കമ. അസ്സലാമു അലൈക്കും. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്.
മണിമുത്ത് രാജ താജുല്ലംബിയ തങ്കമലർനിധിയുതി മതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ കോഹമിരത്തി സലാം ചെല്ലാം. വിധി തരൂ എൻ തുണ തരൂ, വിധി തരൂ എൻ തുണ തരൂ, അധിപതി രാജ സുബ്ഹാനേ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പദ വരച്ച്, ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പദ വരച്ച്, ഹൈറിലേറെ മികച്ചൊരു പതിയായി കനകസുവന മദീനയിലായി, ഹൈറിലേറെ മികച്ചൊരു പതിയായി കനകസുവന മദീനയിലായി. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. സ്വർഗത്തിൻ തൊപ്പായ തിരുനബി അരുളിയ റൗളത്തി മിമ്പറിനിടയിലനാഥ, സ്വർഗത്തിൻ തൊപ്പായ തിരുനബി അരുളിയ റൗളത്തി മിമ്പറിനിടയിലനാഥ. നിന്നിലായി സുജൂദിടുവാൻ ഭാഗ്യമേകി പെരിയോനേ, നിന്നിലായി സുജീദിടുവാൻ ഭാഗ്യമേകി പെരിയോനേ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജുല്ലംബിയ തങ്കമലർനിധിയുതി മതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ കോഹമിരത്തി സലാം ചെല്ലാം. വിധി തരൂ എൻ തുണ തരൂ, വിധി തരൂ എൻ തുണ തരൂ, അധിപതി രാജ സുബ്ഹാനേ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തിങ്കൾ തോഹ റസൂലുള്ളാഹി തീരമലരാജുഞ്ഞകമേട്ടിൽ പാലൊളി വൈ പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഹബീബേ യാ മുസമ്മിലേ. തിങ്കൾ തോഹ റസൂലുള്ളാഹി തീരമലരാജുഞ്ഞകമേട്ടിൽ പാലൊളി വൈ പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഹബീബേ യാ മുസമ്മിലേ. ഖൈറിൻ വചനമന്ത്രമോദി അഖിലം പാടിയ റസൂൽ പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തള നബിയോ. ഖൈറിൻ വചനമന്ത്രമോദി അഖിലം പാടിയ റസൂൽ പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തള നബിയോ. ആശുവംശ ഖുറൈശി മലരെ ആല മൊത്തം പുകലത്തനൂറെ ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ. തിങ്കൾ തോഹ റസൂലുള്ളാഹി തീരമലരാജുഞ്ഞകമേട്ടിൽ പാലൊളി വൈ പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി തോഹ തോഹ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഹബീബേ യാ മുസമ്മിലേ. അസ്സലാമു അലൈക്കും. നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പ് പ്രേമകാവ്യമാണേ മുത്തു ത്വാഹനൂറ്. അന്നാ മരുഭൂമിയിൽ പെയ്ത മഴയായിടാൻ കണ്ണിൽ ഹിമപാളിയായി നെയ്യാം കുളിരോർമകൾ നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പ് പ്രേമകാവ്യമാണ് മുത്തു
മുത്ത് ത്വാഹനൂറേ. മക്കത്തെ കുന്നിൻ്റെ ചോട്ടില് ഒറ്റക്ക് നിന്നില്ലയാറ്റല്, അഹദിൻ്റെ വിളിയാളം കാറ്റില് തഴുകുന്നു നബിയോരെ ചേലില്. മക്കത്തെ കുന്നിൻ്റെ ചോട്ടില് ഒറ്റക്ക് നിന്നില്ലയാറ്റല്, അഹദിൻ്റെ വിളിയാളം കാറ്റില് തഴുകുന്നു നബിയോരെ ചേലില്. വദനമിൽ തിരുനനവേ മുഹബത്തിൻ കനിമഴയേ, അതരമിലൊഴുകി വരും ഹിറയുടെ മധുമൊഴിയേ. കിസ്മത്തി കരയോളം കാരുണ്യത്തിരയായി നബി, കടലോളം കൽബുള്ളം കിസ്സത്തിൻ അജബായി നബി. നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പ്, പ്രേമ കാവ്യമാണ് മുത്ത് ത്വാഹനൂറേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗത്തായുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മഹബൂബന്തിയുറങ്ങും സുന്ദരദേശത്ത്, മഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്. മുല്ലപ്പൂ മണം വീശും നാട്ടിലെത്താൻ ഹാജത്ത്, മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മഹബൂബന്തിയുറങ്ങും സുന്ദരദേശത്ത്. ആലമിന്നഹരിൻ്റെ ഇഷ്ടഹബീബ് തെളിഞ്ഞു, ആമിന ബീവിയുടെ പൂമകനായി പിറന്നു. ആരിലും സ്നേഹത്തിൻ നിറകുടമായി വളർന്നു, അൽ-അമീൻ എന്നൊരു പേരിൽ മുത്ത് റസൂൽ നടന്നു. ആ ഹബീബിനായി ചൊല്ലാം സലാത്ത്, ആ നിലാവിനായി ചൊല്ലാം സലാമ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബുല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബുല്ലാഹ്. അസ്സലാമു അലൈക്കും. മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനെടുപ്പുമെടുത്തു കുരുന്നുകളാനന്ദത്താലെ, ദഫിൻ താളത്തിനൊത്തു കുസുമപ്പൂക്കൾ വിരിഞ്ഞല്ലോ. മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തുയറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തുയറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നിർവഹിക്കായി മാതൃക ഇവര്, നെഞ്ചിൽ സ്വർഗപ്പൂമലര്, റബ്ബ് വാഴ്ത്തിയ സ്നേഹനിലാവ്, ഉബ്ബിലൊഴുകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, പ്രവാചകൻ അഷ്റഫുൽ അൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മദ്രസയുടെ കീഴിൽ നടക്കുന്ന ഈ നബിദിനാഘോഷ സംഗമത്തിൽ സംഗമിക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് ശേഷവും നാം എല്ലാം നമ്മുടെ ഹൃദയാന്തരത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ലോകത്ത് അനേകം നേതാക്കന്മാർ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരെയൊന്നും ഓർക്കപ്പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം ഓർക്കപ്പെടുന്നത്? അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനായിരുന്നു വന്നത്. അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുആ ഇലൈ. നബിയേ, താങ്കൾ പറയുക, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കോ ജിന്ന ഒന്നുമല്ല എന്നർത്ഥം. പക്ഷേ എന്നിലേക്ക് വഴി ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ അവിടുത്തെ അസാധാരണത്യം നമുക്ക് വ്യക്തമാണ്. കാരണം സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അവിടുന്ന് വഴി ലഭിക്കുന്ന നേതാവായിരുന്നു. ഒരിക്കൽ അത്താർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി സഈദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിനോട് തടിരോമങ്ങൾ നിരക്കുകയും തലമുടികൾ നിരക്കാതിരിക്കുകയും ചെയ്ത് കണ്ട് ചോദിച്ചു, എന്താണ് ഇതിന് കാരണം? ഉടനെ യസീദ് റളിയല്ലാഹു അൻഹു എന്നവർ അത്താർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടികളോടൊന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. കുട്ടികളായ ഞങ്ങളോട് അവിടുന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സലാം മടക്കിയത്. തത്സമയം എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വിളിപ്പിച്ചു. എൻ്റെ പേരും മറ്റുമെല്ലാം ചോദിച്ചു. ശേഷം അവിടുത്തെ തിരുകരം എൻ്റെ തലയിൽ കൈവച്ച് അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഒരു അസാധാരണത്തി ഇത്തരത്തിൽ തലയിൽ കൈവച്ച് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള യഥാർത്ഥങ്ങൾ സംഭവിക്കില്ല എന്നത് ഏതൊരു ബുദ്ധിയുള്ളവനും ആലോചിച്ചാൽ മനസ്സിലാകും. എന്നാൽ അവിടുത്തെ ചരിത്ര സംഭവങ്ങളിലേക്കൊന്നും പോകാതെ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സന്ദർഭം മാത്രം നോക്കിയാൽ തന്നെ അവിടുത്തെ അസാധാരണത്യം നമുക്ക് വ്യക്തമാണ്. കിസ്റ കൈസർ ഞെട്ടിവിറച്ചു, സാവത്തടകം വറ്റി വരേണ്ടതും തുടങ്ങി അനേകം സംഭവങ്ങൾ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇസ്റാ മിറാജിന്റെ രാത്രി അല്പനേരം കൊണ്ട് അല്ലാഹു തആല ആകാശയാത്രക്ക് ക്ഷണിച്ചു. സ്വർഗവും നരകവും കണ്ട് അവസാനം തിരിച്ചു വരുമ്പോൾ നമുക്ക് സമ്മാനമായാണ് അവിടുന്ന് തിരിച്ചു വന്നത്. ഇവിടെയും അവസാനിക്കുന്നില്ല. അവിടുത്തെ അസാധാരണത്യം ഹിറാ ഗുഹയിൽ തന്റെ കൂട്ടാളി സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന് പാമ്പ് കടിയേറ്റപ്പോൾ ശമനം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. വെള്ള പച്ചമരുന്ന് കൊണ്ടോ മറ്റോ ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ തുപ്പുനീരായിരുന്നു ഔഷധം. നോക്കൂ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിലുള്ള എത്ര സംഭവങ്ങളാണ്. എന്നിട്ടും അവിടുന്ന് ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്ന പുത്തൻവാദികളുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ. ബുദ്ധിയുടെ കുറവ് എന്നല്ലാതെ പിന്നെ എന്ത് പറയാൻ. അള്ളാഹു അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിഞ്ചെണ്ടത് പോലെ ചെമ്മലർയാസീനമ്പിളിയെ വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിഞ്ചെണ്ടത് പോലെ ചെമ്മലർയാസീനമ്പിളിയെ പാൽ നില പോലെ എങ്കിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. പാൽ നില പോലെ എങ്കിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടത് പോലെ ചെമ്മലർയാസീനമ്പിളിയെ കാത്തിരുന്നു
പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സ്വീകരിക്കട്ടെ. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പൂജാതനാക്കുമ്പോൾ അറബിയൻ സമൂഹം കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്ന ആളുകളായിരുന്നു. മനുഷ്യത്വം എന്തെന്നറിയാതെ ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് മുത്തുനബി പിറന്നു വീണത്. ചെറുപ്രായത്തിൽ തന്നെ അൽ-അമീൻ എന്ന ഓമന പേരും മുത്തുനബിക്ക് ലഭിച്ചു. സ്നേഹവും സന്തർണവും ജനങ്ങൾക്കിടയിൽ പരത്തി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സത്യവും നീതിയും ജനങ്ങൾക്കിടയിൽ പരത്താൻ കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ആദരവായ സ്വല്ലല്ലാഹ് ആദ്യ റസൂലിനൂറുള്ള ആമിയ ബീവി തന്നോമേന ആരിയിലും തേൻകനി ഹൈറുള്ള സ്നേഹത്തിൻ പൂവായ സ്വല്ലല്ലാഹ് അഹജരില്ലാദരനൂറുള്ള സ്നേഹമലർക്കനിയോമേന അമ്പാനാറ്റൽ ഹൈറുള്ള ആദരവായ സ്വല്ലല്ലാഹ് ആദ്യ റസൂലിനൂറുള്ള ആമിന ബീവി തന്നോമേന ആരിയിലും തേൻകനി ഹൈറുള്ള. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാനാണ് എത്തിയിട്ടുള്ളത്. നല്ല രസമുള്ള കഥയാണ്. ഒരിക്കൽ സൈനബ എന്ന ശ്രീ മുത്തുനബി തങ്ങൾക്ക് കുറച്ച് ആർഡർ വെച്ച് കൊടുത്തയച്ചു. സമ്മാനം കൊടുത്തോ നബിയും സഹാബാക്കളും വളരെ സന്തോഷത്തോടെ അത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു, ആരും ഭക്ഷിക്കരുതേ, എല്ലാവരും കൈകൾ ഉയർത്തുക, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെൺകുട്ടി വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അവൾ മറുപടി പറഞ്ഞു, നീ ഇതിൽ എന്തിനാണ് വിഷം കലർത്തിയിട്ടുള്ളത്? തങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഇതിൽ വിഷമുള്ളതറിയും. അതിനെ പരീക്ഷിക്കാനാണ് ഞാൻ ഇതിൽ വിഷം കലർത്തിയിട്ടുള്ളത്. അവൾ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, ശരി ശരി, ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുള്ളത്. എന്നാൽ നീ പോയിക്കോ. അവൾക്ക് മാപ്പ് കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. പ്രിയ സുഹൃത്തുക്കളാ, എന്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചുമല്ലോ. തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തു. നമ്മൾ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാവണം. എന്നാ ശരി, എന്റെ കഥ അവസാനിച്ചു. ഞാൻ പോവട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല, പുഞ്ചിരി തൂകും വദനവുമായി വന്ന ഉദിച്ചൊരു പൂ